എൻ്റെ പേര് ലീന. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എൻ്റെ ഭർത്താവിന് രാത്രി കാലങ്ങളിൽ ചെറിയൊരു പനി വരാറുണ്ടായിരുന്നു. ആ പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പനിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല, ജോലിക്കൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പനിക്കുന്നത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. പക്ഷേ മാർച്ച് മാസമായപ്പോഴത്തേക്കും പനിയുടെ രൂപവും ഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി. രാത്രി വല്ലാതെ വിയർക്കാൻ തുടങ്ങി, വെയിറ്റ് കുറയാൻ തുടങ്ങി. വീണ്ടും ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വളരെ അസ്വാഭാവികത നിറഞ്ഞ റിസൾട്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഭർത്താവിൻ്റെ കഴുത്തിൽ ലിംഫ് നോഡുകൾ എൻലാർജ് ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ സാറ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത റിസൾട്ട് മൾട്ടിപ്പിളായിട്ട് ലിംഫ് നോഡ് എൻലാർജ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുത്തിയെടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. പക്ഷേ കുത്തിയെടുത്ത് പരിശോധിക്കാൻ മാത്രം വലിപ്പം ആ ലിംഫ് നോഡുകൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വയറ്റിലെ ലിംഫ് നോഡുകളും നല്ലോണം എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലുപ്പമുള്ള 3-4 മുഴയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും വലുപ്പമുള്ള മുഴ കീ ഹോൾ സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു TB ഒക്കെ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ വീണ്ടും മജ്ജ ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ മജ്ജ ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അത് 1ഉം 2ഉം സ്റ്റേജൊന്നല്ല, അത് 4th സ്റ്റേജ് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് വളരെ ശാന്തശീലനും വളരെ നല്ലൊരു മനുഷ്യനാണ്. യാതൊരുവിധ ദുശ്ശീലങ്ങളോ അങ്ങനെയൊന്നുമില്ലാത്ത വളരെ സൗമ്യശീലനായ, എല്ലാവരെയും സഹായിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത കുഞ്ഞ് 15 വയസ്സ്, രണ്ടാമത്തെ ആൾ 9 വയസ്സ്, മൂന്നാമത്തെ ആൾ 7 വയസ്സ്. ഞങ്ങൾ ആ മനുഷ്യനെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ഈ അവസ്ഥയെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യണമോ അതോ 5 പേരും കൂടി ആത്മഹത്യ ചെയ്യണമോ എന്ന് ആലോചിച്ചു. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ജീവിച്ചു, ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എന്നാലും മക്കളെ അവർക്ക് ജീവിക്കണം, അതുകൊണ്ട് നിനക്ക് ജോലിയുണ്ടല്ലോ, അപ്പോൾ അവരെ പഠിപ്പിക്കണം, ആത്മഹത്യ ചെയ്യരുത്, എന്ത് വന്നാലും അത് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മൂത്ത കൊച്ചിനോട് പറഞ്ഞു, മോളെ അപ്പയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്, അത് 4th സ്റ്റേജാണ്, അത് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ്, എനിക്കറിയാം ഇത് ചികിത്സിച്ചാൽ എത്രത്തോളം മാറുമെന്നും ഇതിന് എത്രമാത്രം പൈസ ചിലവാകുമെന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി ആത്മഹത്യ ചെയ്യാം. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, അമ്മ അങ്ങനെ പറയരുത്. അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെ ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ചികിത്സയുണ്ട്, ഇത് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ അത്ഭുതങ്ങളുടെ ജപമാലയെ പറ്റി കേൾക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല കൂടുവാൻ തുടങ്ങി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് 4th സ്റ്റേജാണ്, ബോൺ മാരോയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കീമോതെറാപ്പി 21 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഇടവിട്ട് 6 കീമോതെറാപ്പി ചെയ്യുക. അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഞങ്ങൾ ഏതായാലും അവിടെ ചികിത്സിക്കാനായിട്ട് തീരുമാനിച്ചു. ആ ദിവസങ്ങളിലെല്ലാം അത്ഭുതങ്ങളുടെ ജപമാല നിയോഗം വെച്ച് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓൺലൈൻ ചൊവ്വാഴ്ചകളിലെ ശുശ്രൂഷകളിൽ അച്ഛൻ വീണ്ടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നു എന്ന്, വെല്ലൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ സുഖപ്പെടുത്തുന്നു, അങ്ങനെയല്ല അച്ഛൻ മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ 4 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞങ്ങൾ നാട്ടിൽ വന്നു. അങ്ങനെ ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ സമൂഹത്തിലേക്ക് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും, കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങൾ നവംബറിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ആങ്ങളെയും കൂടി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ വീണ്ടും പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് പ്രശ്നമുണ്ടെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു, ദൈവമേ ആ റിസൾട്ട് നോർമലായിരിക്കണമേ, എനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരം തരണമേ എന്ന്. അപ്പോൾ അന്ന് കൗൺസിലേഴ്സ് പറഞ്ഞിരുന്നു, അത്ഭുത വിടുതലാണ് തന്നിരിക്കുന്നതെന്ന്. എന്ത് തന്നെയായാലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 11-ാം തീയതി ഞങ്ങൾ വീണ്ടും പെറ്റ് സ്കാൻ ചെയ്തു. അതിൽ ആ റിസൾട്ട് നോർമലായിരുന്നു. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസറിൻ്റെതായി യാതൊന്നും ആ റിസൾട്ടിൽ ഉണ്ടായിരുന്നില്ല. നന്ദി പറഞ്ഞേ, വലിയൊരു സൗഖ്യമാണല്ലോ. അതിനുശേഷം ഇവിടെ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും ജോലിക്കാരാണ്, 2 പേർക്കും മാസം അത്യാവശ്യം നല്ല തുക ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ തടസ്സങ്ങളായിരുന്നു, ഒരു കാര്യങ്ങളും നടക്കില്ലായിരുന്നു. ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീട് മുഴുവൻ പെയിൻറ്റ് ചെയ്യുന്നതിനും വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങുന്നതിനും പുതിയ വണ്ടി വാങ്ങുന്നതിനും, പിന്നെ അതുകൂടാതെ 2.5 വർഷമായിട്ട് ഞാൻ ഇരിട്ടിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ മാർച്ച് 18-ന് എനിക്ക് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. പിന്നെ എൻ്റെ മൂത്ത കൊച്ച് 10ാം ക്ലാസ്സിൽ 9 A+ വാങ്ങി പാസ്സായി.
പിന്നെ എൻ്റെ കണ്ണിലൊരു കുരുവുണ്ടായിരുന്നു, അത് വെഞ്ചിരി ഒലിവ് പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൊഴിഞ്ഞുപോയി. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അന്തോണീസ് പുണ്യാളനും പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു. ഇപ്പോൾ ഭർത്താവിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? കാര്യമായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം ജോലിക്കും പോകുന്നതുണ്ട്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അസുഖം വന്ന് അതിൽ നിന്ന് കയറി വന്ന ഒരു മനുഷ്യനാണെന്ന് ആരും പറയില്ല. ഇപ്പം എന്ത് മരുന്ന് കഴിക്കുന്നത്? ഒരു മരുന്നും കഴിക്കുന്നില്ല. ഒറ്റ മരുന്ന്. നല്ലൊരു കൈയ്യടി കൊടുത്തതിന് എന്തൊരു വലിയ സൗഖ്യം കിട്ടിയിരിക്കുന്നേ അല്ലേ? പ്രൈസ് ദി ലോർഡ്. കണ്ടോ?